Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാതിരാജനായ ക്രിസ്തുനാഥൻ്റെ തിരുനാൾ ആഘോഷിക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ് ഈ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. ഷാലോം TV നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്ന ഈ വചനാഭിഷേക ശുശ്രൂഷ, ക്രിസ്തു രാജാവിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ ശുശ്രൂഷ യഥാർത്ഥത്തിൽ ഒരുക്കിയിരിക്കുന്നത് വയനാട്ടിലെ പള്ളിക്കുന്ന്, കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ ആ ഒരു പള്ളി അങ്കണത്തിലെ ധ്യാന കേന്ദ്രത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവായ യേശുവിൻ്റെ മഹത്വപ്പെടലാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ എപ്പോഴും ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധ അമ്മയിലൂടെ രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ദേവാലയത്തിലും ഈ ദേവാലയ പരിസരത്ത് നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾ. അതുകൊണ്ടാണ് ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അവരിങ്ങോട്ട് വരുന്നത് പരിശുദ്ധ അമ്മയെ കാണണം, എന്നിട്ട് രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ അറിയണം, കർത്താവിനെ പിൻചെല്ലണം, കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, കർത്താവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ സഭാപിതാക്കന്മാരടക്കം അനേക വിശുദ്ധന്മാർ ഈശോയെ വിളിച്ചതാണ് ജീസസ് ദ കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ്. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അതിപ്രശസ്തമായ ആ ഒരു ഹൃദയം, ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടാണല്ലോ രാജാക്കന്മാരുടെ രാജാവ്. അപ്പം അത് യഥാർത്ഥത്തിൽ ഒരു ചങ്കിൽ നിന്നുള്ള വിളിയാണ്. ഇപ്പം രാജാക്കന്മാരുടെ രാജാവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഷാലോം TV ഒരുക്കുന്ന പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ സന്നിധിയിലുള്ള ഈ ശുശ്രൂഷയിൽ ഇന്നേ ദിവസം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഇസ്രയേൽ ജനത്തിനായി യോത്താം പ്രവാചകൻ ഒരു കഥ പറയുന്ന സംഭവമാണ്. ഈ കഥ എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ഒരു ദുഷ്ടരാജാവിനെ തെരഞ്ഞെടുത്ത് അപകടത്തിൽപ്പെടുന്ന ആ ഒരു കഥയാണ് യോത്താം പ്രവാചകൻ ഇസ്രയേൽക്കാരോട് പറയണത്. അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ലോകത്തിലെ എല്ലാ മരങ്ങളും കൂടി ഒരു യോഗം ചേർന്ന്, അവരിങ്ങനെ യോഗം ചേർന്ന് ഇതിനാണ്, നമുക്കൊരു രാജാവിനെ വേണം, നമ്മളെ ഭരിക്കാനായിട്ട് ആർക്കാണ് അതിനുള്ള കഴിവുള്ളത്, ഇതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അങ്ങനെ മരങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നേരെ ഒലിവ് മരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവർ പറഞ്ഞു, ഒലിവ് മരമേ, വളരെ ശാന്തമായിട്ടാണ് അവർ പറഞ്ഞത്, ഒലിവ് മരമേ, നീ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യാമോ? അപ്പോൾ ഒലിവ് മരം ചോദിച്ചു, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നീ ഞങ്ങളുടെ എല്ലാവരുടെയും രാജാവായിട്ട് മാറണം. ഒലിവ് മരം ഞെട്ടി. ഒലിവ് മരം പറഞ്ഞു, അയ്യോ, എനിക്കത് സാധിക്കില്ല. കാരണം എൻ്റെ ഒലിവ് ഓയിൽ രാജാക്കന്മാർക്കും ദേവന്മാർക്കും മനുഷ്യർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഒലിവ് ഓയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ രാജാവായിട്ട് വരാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ മരങ്ങളെല്ലാം വളരെ സങ്കടത്തിലായി. അവരെല്ലാവരും കൂടി വീണ്ടും മീറ്റിംഗ് കൂടി. അവർ പറഞ്ഞു, ഇനി നമ്മൾ ആരോട് ചോദിക്കും? അപ്പോഴാണ് ആരോ പറഞ്ഞു, നമുക്ക് അത്തിമരത്തോട് ചോദിച്ചാലോ?
അങ്ങനെ അവർ അത്തിമരത്തിന് അടുത്ത് ചെന്ന് അത്തിമരത്തിനോട് പറഞ്ഞു, അത്തിമരമേ അത്തിമരമേ, നീ ഞങ്ങളുടെ രാജാവാകാമോ? നീ ഞങ്ങൾക്ക് ഭരണം നടത്താമോ? അപ്പം അത്തിമരം പറഞ്ഞു, അയ്യോ, എനിക്കതിന് സാധിക്കില്ല. കാരണം എൻ്റെ അത്തിപ്പഴം ഉപേക്ഷിച്ചിട്ട്, ഞാനതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ രാജാവായിട്ട് വരാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ അത്തിപ്പഴം വളരെ നല്ലതാണ്, വളരെ മധുരമുള്ളതാണ്, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ അത്തിപ്പഴം ഉപേക്ഷിച്ച് നിങ്ങളുടെ രാജാവാകാനായിട്ട് ഞാനില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി മുന്തിരിച്ചെടിയുടെ അടുത്ത് ചെല്ലുക. മുന്തിരിച്ചെടി പൊതുവെ പാവമാണ്. അപ്പോൾ തങ്ങൾ എന്ത് പറഞ്ഞാലും മുന്തിരിച്ചെടി കേൾക്കുമെന്ന് ധരിച്ച് ഈ മരങ്ങളെല്ലാം മുന്തിരിച്ചെടിയോട് പറഞ്ഞു, മുന്തിരിച്ചെടി, നീ ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങൾ വന്നിരിക്കുന്നത് നിൻ്റെ ഒരു സഹായം തേടിയാണ്. അപ്പോൾ മുന്തിരിച്ചെടി വളരെ ആകാംക്ഷയോട് ചോദിച്ചു, അല്ല മരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മുന്തിരിച്ചെടി മുന്തിരിച്ചെടി, നീ ഞങ്ങളുടെ രാജാവായിട്ട് ഞങ്ങളെ ഭരിക്കണം, ഞങ്ങളെ വാഴണം. ഇത് കേട്ടപ്പോൾ തന്നെ മുന്തിരിച്ചെടി ഞെട്ടി. മുന്തിരിച്ചെടി പറഞ്ഞു, അയ്യോ, എനിക്കതൊരിക്കലും സാധിക്കില്ല. എൻ്റെ മുന്തിരിപ്പഴം, അതിൻ്റെ ചാറ്, അതിൻ്റെ വീഞ്ഞ് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് എല്ലാ മരങ്ങളുടെ രാജാവായിട്ട് വാഴുക, എന്നെ നിങ്ങൾ വിട്ടേക്ക്, എനിക്കതിന് സാധ്യമല്ല എന്ന് മുന്തിരിച്ചെടി പറഞ്ഞു. ഏറ്റവും അവസാനം മരങ്ങളെല്ലാം വളരെയധികം നിരാശപ്പെട്ട് അവസാനം ഇവർ നേരെ മുൾച്ചെടിയുടെ അടുത്തേക്ക് ചെല്ലുക. മുൾച്ചെടി ഇങ്ങനെ മരങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പോൾ ആകെ ഒന്ന് ഭയപ്പെട്ടു പോയി. കാരണം നിരന്തരം ഈ മുൾച്ചെടി അവരെ ഉപദ്രവിക്കുന്നതാണ്, മുള്ളുകൾ കൊണ്ട് ഞെരിക്കുന്നതാണ്. അതുകൊണ്ട് മുൾച്ചെടി സംശയത്തോടു കൂടിയാണ് അവരെ നോക്കിയത്. അപ്പോൾ മരങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഗത്യന്തരമില്ലാതെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്ത് വന്നത്. ഞങ്ങൾ ഒലിവ് മരത്തിനോട് ചോദിച്ചു, ഞങ്ങൾ അത്തിവൃക്ഷത്തോട് ചോദിച്ചു, ഞങ്ങൾ മുന്തിരിച്ചെടിയോട് ചോദിച്ചു, ഞങ്ങളുടെ രാജാവാകാമോ? അവരെല്ലാവരും നിഷേധിച്ചു. മുൾച്ചെടിയെ മുൾച്ചെടിയെ, നീ ഞങ്ങളുടെ രാജാവായിട്ട് വരാമോ? മുൾച്ചെടി അല്പം സംശയിച്ചു. മുൾച്ചെടി എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ നല്ല മനസ്സോടെയാണോ ശരിക്കും വന്നിരിക്കുന്നത്? അല്ല, മുൾച്ചെടിക്കറിയാം ഇത് വലിയൊരു അപകടമാണ് മുൾച്ചെടിയുടെ ഭരണത്തിലേക്ക് വരിക. അപ്പം മുൾച്ചെടി തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ നല്ല മനസ്സോടെ സ്വാതന്ത്ര്യമായ തീരുമാനത്തോടു കൂടിയാണോ എന്നെ നിങ്ങളുടെ രാജാവാക്കാൻ വന്നിരിക്കുന്നത്? അപ്പം മറ്റു മരങ്ങളെല്ലാം പറഞ്ഞു, അതേ മുൾച്ചെടി, ഞങ്ങൾ സ്വതന്ത്ര മനസ്സോടും നല്ല മനസ്സോടും കൂടിയാണ് വന്നിരിക്കുന്നത്. നീ ഞങ്ങളുടെ രാജാവായിട്ട് വാഴണം. ഈ പ്രാവശ്യം കേട്ട പാതി കേൾക്കാത്ത പാതി ആ മുൾച്ചെടി തൻ്റെ തനി സ്വഭാവം ഉടനെ തന്നെ പുറത്തെടുത്തു. മുൾച്ചെടി അലറിക്കൊണ്ട് പറഞ്ഞു, മരങ്ങളെ, ജീവൻ വേണമെങ്കിൽ എൻ്റെ മുള്ളിനോട് അടുത്ത് നിൽക്കുക. നിങ്ങളെ ഞാനിങ്ങനെ എൻ്റെ മുള്ളുകൾ കൊണ്ട് വട്ടം ചുറ്റി നിങ്ങളെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിന്നാൽ ഞാൻ നിങ്ങളുടെ ഭരണകർത്താവാണ്. ഞാൻ നിങ്ങളുടെ മേൽ അഗ്നി അഴിച്ച് നിങ്ങളെല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കി കളയും. അങ്ങനെ മരങ്ങൾ ഭയപ്പെട്ട് ആ മുള്ളിൻ്റെ അടിമകളായി മാറുന്ന കഥയാണ് യോത്താം പ്രവാചകൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? രാജാക്കന്മാരുടെ രാജാവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പോൾ ഇവിടെ മുള്ളുകളുടെ ഇടയിൽ തങ്ങളെ തന്നെ കൊണ്ടുപോയി കൊടുത്ത മരങ്ങളുടെ കഥ യോത്താം പ്രവാചകൻ ഇസ്രായേൽക്കാരോട് പറയാൻ കാരണം എന്താ? അവർ സത്യദൈവത്തെ ഉപേക്ഷിച്ച്, രാജാതിരാജനായ ദൈവത്തെ ഉപേക്ഷിച്ച്, സൃഷ്ടാവായ ദൈവത്തെ ഉപേക്ഷിച്ച് ഇരുട്ടിൻ്റെ ദേവന്മാരുടെ പിന്നാലെ പായുന്നത് കണ്ട് അവർക്ക് തെറ്റുപറ്റുന്നത് കണ്ടാണ് യോത്താം പ്രവാചകൻ ഈയൊരു കഥ പറഞ്ഞ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചത്. അപ്പം ഇന്ന് നമ്മളുടെ ഈ സാഹചര്യത്തിൽ
നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാകേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ദുഷ്ടരാജാവായ സാത്താൻ്റെ കുതന്ത്രങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ്. 1 യോഹന്നാൻ 5:19 പഠിപ്പിക്കുന്നുണ്ട്, നാം എല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാണ്, എല്ലാ മക്കളും ദൈവത്തിൽ നിന്നുള്ളവരാണ്. പക്ഷേ ലോകം മുഴുവൻ പിശാചിന്റെ ശക്തിവലയത്തിലാണ്. എല്ലാരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രിസ്തുരാജന്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, രാജാതിരാജ നന്ദി, രാജാതിരാജ നന്ദി, കർത്താവായ ഈശോയെ നന്ദി. കർത്താവായ ഈശോയെ അപ്പൊ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, രാജാതിരാജനായ ക്രിസ്തുവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 1 യോഹന്നാൻ 5:9-19 നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാ, ദൈവത്തിൻ്റെ മക്കളാ, ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. പക്ഷേ നാം ജീവിക്കുന്ന ഈ ലോകം പിശാചിൻ്റെ, ഇരുളിൻ്റെ, ദുഷ്ടശക്തികളുടെ പിടിവലയത്തിലാണ്. അതുകൊണ്ടാണ് നാം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടെ ജീവിക്കണമെന്ന് എല്ലാ വചനപ്രഘോഷകരും, എല്ലാ സഭാപിതാക്കന്മാരും, എല്ലാ പാപ്പന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ ദുഷ്ടൻ്റെ വലയത്തിലാണ്. ഇവൻ ലക്ഷ്യം വെക്കുന്നത് എന്താ? നമ്മളെ തകർക്കണം, നമ്മളെ രോഗികളാക്കണം, കലഹങ്ങളുണ്ടാക്കണം, സമ്പത്ത് നഷ്ടപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ദുരിതപൂർണമായിട്ട് ജീവിക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ രോഗങ്ങളൊക്കെ കൊടുത്ത് പിശാച് ലക്ഷ്യം വെക്കുന്നത് എന്താ? ജോബ് നിരാശപ്പെടണം, ജോബ് ദൈവത്തെ ഉപേക്ഷിക്കണം. എന്നാൽ ജോബ് ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല എന്നത് നമുക്ക് മികച്ച ഒരു ഉദാഹരണമാണ്. ഏത് പീഡകളുണ്ടെങ്കിലും ജോബ് ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ദുഷ്ടരാജാവിനെ തിരിച്ചറിയലാണ് ഈ രാജാക്കന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ. കാരണം ഈ ദുഷ്ടരാജാവ് എങ്ങനെയാണ് നമ്മളെ പിടിമുറുക്കുന്നത്? വശീകരണത്തിൻ്റെ തലത്തിലൂടെ, പ്രലോഭനങ്ങളുടെ തലത്തിലൂടെ, സ്വാധീനിക്കേണ്ട തലത്തിലൂടെ, നിയന്ത്രിക്കലിൻ്റെ തലത്തിലൂടെ, അധീനമാക്കലിൻ്റെ തലത്തിലൂടെ. അവൻ്റെ ഇതിൽ പെട്ടുപോയാൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ. അതാണല്ലോ പാപത്തിൻ്റെ ബന്ധനം, അതാണല്ലോ ശാപത്തിൻ്റെ ബന്ധനം. എന്താണ് ശാപത്തിൻ്റെ ബന്ധനം? ദൈവത്തിൻ്റെ കൃപ നമുക്കില്ലാതാകുന്നു, ദൈവരാജ്യത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേട്. ഈ ഗതികേടാണ് അവൻ്റെ ശാപം. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി സാന്നിധ്യവും അനുഭവിക്കാതിരിക്കൽ. ഇതിലും വലിയ ഒരു ദുരന്തം ഒരു മനുഷ്യനൊരു ദൈവ സൃഷ്ടിക്ക്, ദൈവത്തിൻ്റെ മകനാകാൻ, മകളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൃഷ്ടിക്ക് വേറെ ലഭിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സാത്താൻ അല്ലെങ്കിൽ ദുഷ്ടരാജാവ് ഭയങ്കര തന്ത്രശാലിയാണ്. പ്രലോഭനങ്ങളിലൂടെ, വശീകരണങ്ങളിലൂടെ, സ്വാധീനിക്കലിലൂടെ, നിയന്ത്രിക്കലിലൂടെ, അധീനമാക്കലിലൂടെ, അതായത് മദ്യത്തിൻ്റെ അടിമത്തത്തിലൂടെ, മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലൂടെ നമ്മളെ ഇങ്ങനെ അടിമകളാക്കി വയ്ക്കാം. അപ്പം അവൻ്റെ ഏക ലക്ഷ്യം മറ്റ് ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു രാജാവിനാൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ദൈവരാജ്യത്തെ തടസ്സപ്പെടുത്തുക, ദൈവരാജ്യത്തെ തടയണം. ഇവിടെ ദൈവത്തിൻ്റെ ഭരണം ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ ഭരണത്തിലൂടെ ലഭിക്കുന്ന ശാന്തി, സമാധാനം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രജകൾ ദൈവത്തിൽ നിന്ന് അകലണം. അതാണ് അവൻ ലക്ഷ്യം വെക്കുന്നത്. അവർ ദൈവത്തെ ശപിക്കണം, അവർ ദൈവത്തെ ഉപേക്ഷിക്കണം, അവർ ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കണം. ഇതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം. അങ്ങനെ മനുഷ്യൻ ശപിക്കപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ ദൈവകൃപയില്ലാത്തവരാകണം, ദൈവവരമില്ലാത്തവരാകണം, ദൈവത്തിൻ്റെ ഫലങ്ങളില്ലാത്തവരാകണം, ദൈവത്തിൻ്റെ കരുണ ഫീല് ചെയ്യാൻ പറ്റാത്തവരാകണം. അവൻ്റെ തന്ത്രങ്ങൾ വളരെ ജാഗ്രത കാണിക്കണം. ഈ പിശാച് എന്ത് ചെയ്യും? മനുഷ്യനെപ്പോഴും തിന്മയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് വാടാ, ഇതാ ഒരു ഗ്ലാസ് ബിയർ, ഇതാ ഒരു ബീഡി,
ഒരു മയക്കുമരുന്ന്, ഇതാ ഒരു വ്യഭിചാരത്തിൻ്റെ ഒരു മിസ്ഡ് കോള്, ഇതാ ഇങ്ങോട്ട് വാ. ഇപ്പം മൊബൈൽ ഫോണ്, മദ്യം, ബിയർ, മയക്കുമരുന്ന്, ലഹരി, ചീട്ടുകളി, ഓൺലൈൻ ഗെയിമുകൾ. ഒരിക്കൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്ന്, അവരുടെ മകൻ വളരെ വലിയ എൻജിനീയറാണ്. പക്ഷേ അവനിങ്ങനെ ഓൺലൈൻ ഗെയിമൊക്കെ കളിച്ച് ആ കുടുംബം മുഴുവൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. അവന് സുബോധം കിട്ടിയപ്പോൾ ആ കുടുംബത്തിന് താങ്ങാനാവാത്ത വിധത്തിലുള്ള വലിയ കടബാധ്യതയിൽ ആ കുടുംബം ചെന്ന് പെട്ടിരിക്കുക. ഇതാണ് പിശാചിൻ്റെ തന്ത്രമാണ്. തിന്മയിലേക്ക് മനുഷ്യനെ നിരന്തരം ആകർഷിക്കും. അതുമാത്രമല്ല, അവനെ പാപം ചെയ്യാനായിട്ട് നിരന്തരം പ്രേരിപ്പിക്കും. പാപം ചെയ്യാനായിട്ട്. എടാ, ആരും അറിയില്ല, നിൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചോ, നിൻ്റെ ഭാര്യയെ വഞ്ചിച്ചോ. അങ്ങനെ ലൈംഗിക പാപങ്ങൾ ഇന്ന് പാപമല്ല. വിവാഹത്തിന് മുമ്പുള്ള പാപം, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, കുടുംബത്തിൻ്റെ മഹിമയ്ക്ക് ചേരാത്ത, കുടുംബത്തിൻ്റെ വിശ്വാസത്തിന് ചേരാത്ത, കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ചേരാത്ത, നിങ്ങളുടെ കുടുംബത്തിൽ ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിലേക്ക് പിശാച് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഒരു മകളായിരിക്കും ഉള്ളത്, ഒരു മകനായിരിക്കും ഉള്ളത്. പക്ഷേ പിശാച് അവനെ ആകർഷിച്ച് ഇതുമൂലം അപ്പൻ്റെയും അമ്മയുടെയും തല ഇടവകയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ കുനിയും. അല്ലാത്ത സമയത്ത് പറയും, എൻ്റെ അപ്പന് വേണ്ടി ഞാൻ മരിക്കുമെന്നൊക്കെ പറയുന്ന പിള്ളേരാ, എൻ്റെ അമ്മയുടെ അഭിമാനത്തിന് വേണ്ടി. പക്ഷേ പിശാച് ഇങ്ങനെ ആകർഷിക്കപ്പെടുമ്പോൾ അപ്പൻ്റെ അഭിമാനത്തിന് വിലയില്ല, അപ്പൻ്റെ വിശ്വാസത്തിന് വിലയില്ല, അമ്മയുടെ വിശ്വാസത്തിന് വിലയില്ല, അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിലയില്ല. അതെല്ലാം അകന്നവരായി മാറുക. ഇതാണ് പിശാചിൻ്റെ കുതന്ത്രങ്ങൾ. അതുമാത്രമാണോ, നന്മ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. എടാ, നിൻ്റെ സ്വത്ത് തുല്യമായിട്ട് എല്ലാ മക്കൾക്കും വീതം വെക്ക്. എടാ, കള്ളപ്രമാണം ചെയ്യല്ലേ. എടാ, അന്യൻ്റെ വസ്തു മോഹിക്കല്ലേ. എടാ, അന്യൻ്റെ വസ്തു മോഷ്ടിക്കല്ലേ. അയൽക്കാരൻ്റെ അതിരുകല്ല് തോണ്ടല്ലേ. ഇതൊക്കെ പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരിക്കും, മനസാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് കേൾക്കാനായിട്ട് ദുഷ്ടരാജാവിൻ്റെ വലയത്തിലുള്ളവർക്ക് സാധിക്കില്ല. അപ്പം അതുമാത്രമാണോ, നിരന്തരമായ മാനസിക ശാരീരിക പീഡകൾ, വിഷാദരോഗം, ഡിപ്രഷൻ, അത് സന്തോഷമില്ല, പെട്ടെന്ന് തന്നെ അസ്വസ്ഥതയാകുന്നു, പിരിപിരിപ്പാകുന്നു. അപ്പം ഈ ഒരു ലോകത്തിലൂടെ പിശാചിൻ്റെ കുതന്ത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ഒരു രാജാതിരാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, യേശു ക്രിസ്തു രാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ തിന്മയുടെ ഈ അധീനതയിലാകാതിരിക്കാൻ നിതാന്ത ജാഗ്രത പാലിക്കണമെന്നുള്ള മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വികലമായ സ്വഭാവ രീതികളിൽ ചെന്ന് പെടുക. വികലമായ സ്വഭാവ രീതികൾ, നമ്മുടെ ലൈംഗികത പ്രദർശിപ്പിക്കുക, ഭാര്യയ്ക്കും ഭർത്താവിനും അംഗീകരിക്കാനാവാത്ത വിധത്തിലുള്ള ലൈംഗികമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അപ്പം അതൊക്കെ പൈശാചികമാണ്, തിന്മയാണ്. അവസാനം മനുഷ്യൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് പിശാച് ഏറ്റെടുക്കുക. ആ ഇരുട്ടിൻ്റെ രാജാവ് ഏറ്റെടുക്കുക പൂർണ്ണമായിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? തിന്മ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാലും തിന്മ ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പാപം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാലും പാപം ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. മദ്യപിക്കേണ്ട, വ്യഭിചാരം ചെയ്യേണ്ട, സ്വയംഭോഗത്തിന് അടിമപ്പെടേണ്ട, സ്വവർഗഭോഗത്തിന് അടിമപ്പെടേണ്ട, കുടുംബം തകരാനിട്ടത് കാരണമാകും എന്നറിഞ്ഞിട്ടും ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് പാപത്തിൻ്റെ ബന്ധനം, ശാപത്തിൻ്റെ ബന്ധനം. അവിടെ നമ്മൾ വളരെയധികം ജാഗ്രത കാണിക്കണം. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. രാജാതിരാജൻ്റെ ആ ഒരു പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇരുട്ടിൻ്റെ രാജാവിനെ കുറിച്ച് യേശയ്യ പറയുന്നത് അവൻ ഉഷസ്സിൻ്റെ പുത്രനായിരുന്നു, അവൻ പ്രഭാത നക്ഷത്രമായിരുന്നു.
ഇവൾ തറയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുക. കാരണം അവൻ്റെ അഹങ്കാര നിമിത്തമാണ് അവൻ തറയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് പുതിയ രാജാവിൻ്റെ സാന്നിധ്യം. തീത്തോസ് 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം, എല്ലാ മനുഷ്യരുടെയും സമ്പൂർണ്ണ മോചനത്തിനായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ കൃപ സാക്ഷാത്കരിക്കപ്പെട്ടത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ എല്ലാ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ഇരുളിൽ നിന്ന് മോചിപ്പിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാജാവിൻ്റെ തിരുനാളാണ്. അതാണ് ഫിലിപ്പി 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല ശക്തികളും മുട്ടുമടക്കുന്നു. ജയ് യേശുക്രിസ്തു. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാവരുടെ കുടുംബങ്ങളെ ക്രിസ്തു രാജാവിന് സമർപ്പിച്ചുകൊണ്ട് വലതുകരം ഉയർത്തിക്കൊണ്ട് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ നാരിക ശക്തികളിൽ നിന്ന്, രാജാതിരാജന കർത്താവേ, എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന്, എല്ലാ തിന്മയുടെ അരൂപികളിൽ നിന്ന്, എല്ലാ ദുഷ്ടപിശാചുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജഭരണത്തിനുള്ളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി മാറ്റണമേ. ആമേൻ, ആമേൻ.